ബാക്കി 4 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട്. അക്കാര്യങ്ങൾ നാളെ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ 4 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ സീറ്റ് നിഷേധിച്ചതിൽ വലിയ അതൃപ്തിയാണ് കെ വി തോമസ് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധം പരസ്യമാക്കിയ കെ വി തോമസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. കെ വി തോമസിനെ UDF കൺവീനർ ആക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മുഹമ്മദ് അസ്ലം ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അസ്ലം വളരെ പരസ്യമായി തന്നെ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കെ വി തോമസ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ചർച്ചകൾ സജീവമായിരിക്കും കോൺഗ്രസിനകത്ത്. UDF കൺവീനർ ആക്കുക എന്ന ഒരു ഉപാധിയായിരിക്കുമോ കെ വി തോമസിന് മുന്നിൽ സോണിയാഗാന്ധി നാളെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് വയ്ക്കുക? എറണാകുളത്ത് നിന്നും മാറ്റപ്പെട്ട അല്ലെങ്കിൽ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തിയ സിറ്റിംഗ് MLA കെ വി തോമസ് രൂക്ഷമായിട്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. വലിയൊരു ചതി കാണിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം സീറ്റ് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹവും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. മാത്രമല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിലും മറ്റുമൊക്കെ വലിയൊരു സ്വാധീനം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ രീതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മറ്റു അനുനയ നീക്കങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായുള്ള ഒരു നിർദ്ദേശമായി ഉയർന്നു വന്നിരിക്കുന്നത് അദ്ദേഹത്തെ UDF കൺവീനർ ആക്കുക എന്നുള്ളതാണ്. കാരണം UDF കൺവീനറായ ബെന്നി ബെഹനാൻ ചാലക്കുടി സീറ്റിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം അവിടെ വിജയ സാധ്യത ഉണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചുപിടിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് ചാലക്കുടിയെ വിലയിരുത്തുന്നത്. അദ്ദേഹം കെ വി തോമസ് രൂക്ഷമായ പ്രതികരണം നടത്തിയ സാഹചര്യത്തിൽ UDF കൺവീനർ സ്ഥാനം പോലുള്ള അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വരുന്ന ഒഴിവുവരുന്ന മുറയ്ക്കുള്ള രാജ്യസഭാ സീറ്റ് പോലുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് അനുനയിപ്പിക്കാൻ കഴിയുമോ എന്ന സാഹചര്യമാണ് സംസ്ഥാന നേതാക്കൾ ആലോചിക്കുന്നത്. ചില നേതാക്കൾ കെ വി തോമസുമായി ആശയവിനിമയം നടത്തിയതായും വിവരം ലഭിക്കുന്നുണ്ട്. നാളെ സോണിയാഗാന്ധിയുമായും മറ്റും നടക്കുന്ന ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇത്തരം നിർദ്ദേശങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ UDF കൺവീനർ അദ്ദേഹം ആക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിൽ മതിയായ ഒരു പ്രാതിനിധ്യം നൽകുകയാണെങ്കിൽ അദ്ദേഹം ഈ പ്രതിഷേധത്തിൽ നിന്നും ഒഴിവാൻ സാധ്യതയുണ്ടെന്നാണ് നേരത്തെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം, ഈ ഒരു സീറ്റിംഗ് MP മാറ്റിയ ഒരു പ്രശ്നം ആ രീതിയിൽ തന്നെ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളും സംസ്ഥാന അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധം പരസ്യമാക്കിയ കെ വി തോമസുമായി നാളെ സോണിയാഗാന്ധി ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെ വി തോമസിനെ UDF കൺവീനർ ആക്കാനുള്ള ഒരു സാധ്യതയും തെളിയുകയാണ്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.